ഹലോ, വെൽക്കം ബാക്ക് ടു ARI വേൾഡ്. അങ്ങനെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവിടെ കോഴഞ്ചേരിയിൽ പുഷ്പമേള നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാ വർഷവും അവിടെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനവിടെ കാണുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഓരോരോ തിരക്ക് കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേ എന്തായാലും പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അന്നാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്തുള്ള ഇതൊന്നും വലിയ തിരക്കില്ല. അതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റോളൊക്കെ കുറേ ഉണ്ട്. അങ്ങോട്ട് കാല് കുത്താൻ പറ്റുന്ന തിരക്കായിരുന്നു. ടിക്കറ്റ് കൗണ്ടറൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര തിരക്കായിരുന്നു. അത് ഈ ലാസ്റ്റ് ഡേ ആയത് മാത്രമല്ല, അന്ന് ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേള നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ലാസ്റ്റ് ഡേയും കൂടി അവർ റേറ്റും കൂട്ടി ടിക്കറ്റിനെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല ചില സ്ഥലത്തൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ, ബേർഡ്സ്, പിന്നെ ഇത് പാമ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കൈ പിടിക്കുകയൊക്കെ ചെയ്യാം. അതിന് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. പിന്നെ തിരക്ക്, രണ്ടാമത്തെ കാര്യം പേടി. കണ്ടോ, ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു. പിന്നെ ചൂടും ഒക്കെ കൂടി അങ്ങ് ഭയങ്കര വട്ടായിപ്പോയി. പിന്നെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒറിജിനൽ ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ മുകളിലൊക്കെ ഉള്ളത് ഒറിജിനലല്ല കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണ്. പിന്നെ സൈഡിൽ അതൊന്നും ഒറിജിനലല്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ. ബാക്കിയൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എന്തുവാണ്, ഈ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ തമാർപ്പടാറുണ്ടല്ലോ ഫ്ലവേഴ്സില്ലേ, അതെ, സ്റ്റാർ മാജിക്, അത് തന്നെ. അവരുടെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ ദിവസങ്ങളിലൊക്കെ. അന്നൊന്നും ഞാൻ പോയില്ല, നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുണ്ടാവാൻ കാരണം. പിന്നെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ഫുഡ്, നമുക്ക് ഒത്തിരി ഇതുണ്ടായിരുന്നു, ഫുഡിൻ്റെ കോർണേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്തു. ഇതത്ര നല്ല സംഭവമൊന്നും അല്ല കേട്ടോ. അതായത് ഇതിപ്പുറത്ത് വെച്ചിരിക്കുന്ന നമ്മൾ നെബാട്ടി ഉണ്ടല്ലോ, സ്വീറ്റ്, അതുകൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഈ ചീറ്റൂസൊക്കെ പോലത്തെ ഒരു സംഭവമുണ്ട്, സ്പൈസി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, സ്പൈസി വേണോ സ്വീറ്റ് വേണോ എന്നുള്ളത്. അതിനുശേഷം അവരിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് ഐസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ചെയ്ത് തരും. ഇതത്ര നല്ല ഹെൽത്തി സാധനമൊന്നുമല്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാൻ ഒരു രസം, അത്രയേ ഉള്ളൂ. എന്ന് കരുതി എപ്പോഴും കാണുമ്പോൾ എടുത്ത് വാങ്ങിക്കുക എന്നുള്ളതല്ല, വല്ലപ്പോഴൊക്കെ ഒരു രസം, അത്രയേ ഉള്ളൂ. പിന്നെ അത് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ മെയിനായിട്ട് അതിനും കൂടെ വേണ്ടി സത്യത്തിൽ പോയത് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാൻ. പക്ഷേ നമുക്ക് ഫുഡ് കോർണറിലേക്കൊന്നും കംപ്ലീറ്റ് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ ഒന്നും ഒരു സൂചി കുത്താൻ പഴുതില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയാൽ മതി എന്നായി. പിന്നെ ഞങ്ങൾ പുറത്ത് കടന്നതിന് ശേഷമാണ് അവിടെ കുറേ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് നമ്മൾ ഫുഡൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഒരു പുഷ്പമേളയുടെ ഒരു സംഭവമാണ്. ഇതെല്ലാവരും കുറേ പേരൊക്കെ എനിക്ക് തോന്നുന്നു റാന്നി, കോഴഞ്ചേരി അങ്ങനെ ഭാഗത്തുള്ളവരൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് അങ്ങനെ നാട്ടിലേട്ടോ, ഡൽഹിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് അങ്ങനെ എടുത്തു. ചെടികളൊക്കെ സ്നേഹിക്കുന്നവർക്കും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ചുമ്മാ അങ്ങനെ കാണാം. നല്ലതായിരുന്നു. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്യാപ്പുള്ളപ്പോൾ ഇനിയും പല വീഡിയോസായിട്ട് വരും. എനിക്ക് കൂടുതലും ട്രാവലിംഗ് വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ടൈം കിട്ടില്ല. പിന്നെ ഉള്ളപ്പോൾ എടുത്ത് വയ്ക്കുന്ന ഓരോ ക്ലിപ്പുകൾ നമ്മൾ പിന്നെ ടൈം കിട്ടുമ്പോഴാവും നമ്മൾ എഡിറ്റ് ചെയ്തിടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും വീഡിയോസ് ഇടയ്ക്കായിട്ടാണെങ്കിലും വരും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ടാറ്റാ, ബൈ ബൈ.